സുറിയാനി ഭാഷയെ പറ്റിയും അത് നമ്മുടെ ചരിത്രത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വളരെ കൃത്യതയോടെ വിവരിച്ചു തന്ന ചെറിയാൻ ചേട്ടന് ഒരുപാട് നന്ദി. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ സഭയിൽ ഇന്ന് മീഡിയയിൽ വളരെ ശ്രദ്ധേയനായ ഒരു ഗാനരചയിതാവും സംവിധായകനുമൊക്കെയായ ജോമോൻ ആലക്കുഴയാണ്. അദ്ദേഹം നമ്മൾക്ക് ഏവർക്കും വളരെ ആകുലതയുള്ള രീതിയാണ് വ്യാജരേഖമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാനായിട്ട് ജോമോനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. നമുക്കേവർക്കും അറിയാം, കത്തോലിക്ക സഭയിൽ 24 വ്യക്തിസഭകളുണ്ട്. 24 വ്യക്തിസഭകൾക്കുള്ള ആകെ വിശ്വാസികളുടെ എണ്ണം എന്ന് പറയുന്നത് 140 കോടിയാണ്. 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തിഗത സഭയായ അതിൽ തന്നെ 24 സഭകളിൽ 3-ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ടിന്റെ മുൻപിൽ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റിന് മുമ്പിലാണ് കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ഈ സഭയിലെ വൈദികരെ കുറിച്ചും ഈ സഭയിലെ ഈ സീറോ മലബാർ സഭയിലെ സിനഡിലെ മെത്രാന്മാരെ കുറിച്ചും ഇവിടെ വാദോരാതെ അവരുടെ അതിക്രമങ്ങളെ കുറിച്ചും അവർ വിശ്വാസികളോട് കാണിച്ച ചതികളെ കുറിച്ചും വഞ്ചനകളെ കുറിച്ചും അടച്ചിട്ട ഗേറ്റിന്റെ മുമ്പിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഒരുവറ്റം വിശ്വാസികൾ നിന്ന് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സഭയുടെ സ്ഥാനം ഇന്ന് എവിടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. 2000 വർഷങ്ങൾ കൊണ്ട് ഈ സഭ എവിടം വരെ വളർന്നു? വിശ്വാസികൾ തങ്ങളുടെ ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പിതാക്കന്മാരുടെ കുറ്റങ്ങൾ പറഞ്ഞ് അവർ കാലമത്രയും ചെയ്ത കൊള്ളരുതായ്മകളും ചെയ്തികളും അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്രമിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ഗതികേടിലേക്ക് ഇവിടെ വിശ്വാസികൾ എത്തിപ്പെട്ടെങ്കിൽ അകത്തിരിക്കുന്ന പുരോഹിത മേലാളന്മാരും മെത്രാന്മാരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് അവസരം വെച്ചു കൊടുത്തുവെങ്കിൽ അതുകൊണ്ട് അകത്തിരിക്കുന്ന പുരോഹിത വർഗം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അത് മറ്റൊന്നുമല്ല, വിശ്വാസികൾക്ക് തങ്ങൾക്ക് അവകാശമായ, എനിക്ക് മുമ്പേ സംസാരിച്ച സേവറിയേട്ടൻ പറഞ്ഞതുപോലെ, മക്കളുടെ അവകാശം അത് ഭാഗിച്ചു നൽകുന്നില്ല എങ്കിൽ സഭയിലുള്ളത് 10,000-കണക്കിന് വൈദികരും 50-ഉം 60-ഉം കണക്കിന് മെത്രാന്മാരുമാണെങ്കിൽ അവരുടെ സകല കൊള്ളത്തരങ്ങളുടെയും അവരുടെ ചെയ്തികളുടെയും അടിവേര് ഞങ്ങൾ മാന്തും, ഈ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയും. ആ അവസ്ഥയിലേക്കാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ എത്തിച്ചിരിക്കുന്നത്. ഈ കടന്നുപോയ 10 വർഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പേ വളരെ സമാധാനപൂർവമായി കഴിഞ്ഞുപോയിരുന്ന സീറോ മലബാർ സഭ ഇന്നുവരെ സമൂഹത്തിന്റെ മുമ്പിൽ നെഞ്ചുവിരിച്ച സീറോ മലബാർ സഭയിൽ ഒരു വൈദികരോ പിതാവോ കടന്നു പോകുമ്പോൾ ഏറെ നമ്മുടെ വിശ്വാസി സമൂഹം ജാതി ഭേദമന്നെ അവരെ ആദരിച്ചുവെങ്കിൽ ഈ കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് സഭയിലെ പിതാക്കന്മാരെയും സഭയിലെ ആരാധനാക്രമത്തെ വരെ സമൂഹത്തിൽ തേച്ചൊട്ടിക്കുവാൻ മുൻനിരയിൽ നിന്നത് വൈദിക മേലാളന്മാരും ഈ പുരോഹിത വർഗവും തന്നെയാണ് എന്ന സത്യം നമ്മൾ വിസ്മരിച്ച് മുന്നോട്ട് പോയാൽ ഈ സഭ ഇവിടുന്ന് ഒരു അടിയലിക്കില്ല. അതിനുവേണ്ടി മാത്രമാണ് ഈ സമരം. അതുകൊണ്ട് നമ്മളെ പോലെയുള്ള വിശ്വാസികൾ ഈ കാണുന്ന അരപ്പട്ടക്കാരിലോ വൈദികരിലോ ഇനി ആശ്രയിക്കുന്നതിൽ കാര്യമില്ല. ഇവർ നമുക്കൊരു കുർബാനയും നമുക്ക് സാധിച്ചു നൽകാൻ പോകുന്നില്ല. അത് തുറന്നു പറയാൻ വേണ്ടി കൂടിയാണ് ഈ സമരം. നമുക്ക് ഏവർക്കും അറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് നാം വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അന്ന് പീഡിപ്പിച്ചും ചമ്മട്ടിയടിച്ചും കാക്കിച്ചു തുപ്പിയും കുരിശിൽ തറച്ചു കൊന്ന് 3 ദിവസം മണ്ണിനടിയിൽ ഇട്ടപ്പോൾ അന്നത്തെ പുരോഹിത വർഗവും ന്യായപ്രമാണിമാരും കരുതി
ആ മണ്ണിൽ കിടന്ന മനുഷ്യൻ ഉത്ഥാനം ചെയ്യില്ല എന്ന്. പക്ഷേ സകല പുരോഹിത വർഗത്തിന്റെയും വൈദിക മേലാളന്മാരുടെയും പ്രതീക്ഷകളെ പരിപൂർണമായി തകർത്തുകൊണ്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാർത്തോമായുടെ നസ്രാണികളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ പുരോഹിത വർഗത്തിന്റെ ചെയ്തികൾ ഈ സഭയെ തകർത്ത കാരണങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പോയാൽ ഈ സഭയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അർഹതയില്ലാത്ത ഒരു മെത്രാന്മാരും വിശ്വാസികളുടെ മേൽ യാതൊരുവിധ ആധിപത്യങ്ങളും അടിച്ചമർത്തലുകളുമായി വരാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. ആരാധനാക്രമം വേണ്ട, ഒരു കുർബാനയും വേണ്ട. ഈ കള്ളന്മാരും കൊള്ളക്കാരും ചെയ്യുന്ന കുർബാന കിട്ടിയിട്ട് നമുക്ക് എന്തോ കാണിക്കാനാ? ഈ കുർബാന വേണ്ട. കർത്താവ് പറഞ്ഞ് നീ നിന്റെ മുറിയിൽ കയറി കഥകടച്ച് പ്രാർത്ഥിച്ചാൽ അതാണ് പ്രാർത്ഥന. നമ്മളുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ അത്തരത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വൈദിക മേലാളന്മാർ നമ്മളെ എത്തിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ 8 വർഷം ഈ സഭയെ തകർത്ത ചില കാരണങ്ങളിലേക്കാണ്. നമുക്ക് ഏവർക്കും അറിയാം, ആലഞ്ചേരി പിതാവ് 12 വർഷങ്ങൾക്ക് മുമ്പ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി വന്നതിന് ശേഷമാണ് ഈ സഭയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല പുരോഹിതന്മാരും അവരുടെ അൾത്താരകളിൽ നിന്ന് ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടത്തിൽ 18 കോടി രൂപ ഉണ്ടാക്കി അത് പല സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചുവെന്ന് രേഖകൾ ഉണ്ടാക്കി അൾത്താരകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആലഞ്ചേരി പിതാവ് കള്ളനാണ് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 6 ലക്ഷം വിശ്വാസികളടുത്ത് മാത്രമല്ല സീറോ മലബാർ സഭയിലെ 65 ലക്ഷം വിശ്വാസികളിലേക്കും സന്യസ്തരിലേക്കും അവർ നുണക്കഥകൾ പ്രചരിപ്പിച്ചു. ആ നുണക്കഥകൾ പ്രചരിപ്പിക്കാനായി അവർ ഏറ്റെടുത്ത ആയുധം എന്ന് പറയുന്നത് നുണകളുടെ രാജാവായ ഷൈജു ആന്റണി എന്ന് പറയുന്ന പിശാചിനെയാണ്. ഒരു അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന നുണസംഘത്തെ, അൽമായ ഗുണ്ടാ സംഘത്തെ, ആ നുണക്കോട്ടകൾക്ക് കാവലായി ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ നിയമിച്ചു. അതിനുശേഷം ഈ കേസുകൾ കോടതിയിൽ നടന്നു. ഇപ്പോഴും കേസുകൾ കോടതിയിലാണ്. പിതാവിനെതിരെ വ്യാജരേഖകൾ നിർമ്മിച്ചവർ ഇപ്പോഴും ജാമ്യത്തിലാണ്. പക്ഷേ ഇന്ന് കാലഘട്ടം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതാ എന്റെ കയ്യിലിരിക്കുന്ന 1800-ൽ പരം കേസ് ഡയറിയുടെ 10-40 പേജുകളാണിത്. ഈ പേജുകൾ എന്താണെന്ന് ഞാൻ പറയാം. ഇന്ന് വരെ ലോകത്താരും കണ്ടിട്ടില്ല എന്താണ് വ്യാജരേഖ. വ്യാജരേഖ നിർമ്മിച്ചു എന്നല്ലാതെ എന്താണ് വ്യാജരേഖ എന്നവിടെ ആരും കണ്ടിട്ടില്ല. ഇതാണ് ആലഞ്ചേരി പിതാവിനെതിരെ അവർ വ്യാജമായി നിർമ്മിച്ച ICIC ബാങ്കിലെ ഫോർജഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഡോക്യുമെന്റ്സ്. ആലഞ്ചേരി പിതാവിന് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ യൂസഫ് അലിയുടെ ഗ്രാൻഡ് ഹയാത്തിലും അൺഎത്തിക്കൽ ഷെയർ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് അവർ ഉണ്ടാക്കി വെച്ചത്. ആദിത്യൻ വളവി എന്ന് പറയുന്ന യൂസഫ് അലിയുടെ ഓഫീസിലെ ഒഫീഷ്യൽ സ്റ്റാഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി, വളരെ തന്ത്രപരമായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് കൃത്യമായി ഉണ്ടാക്കിയ വ്യാജരേഖകൾ ഇത് പോലീസ് കണ്ടെത്തി. എന്നെ കേൾക്കുന്ന നിരവധി പോലീസ് സഹോദരങ്ങളുണ്ട് ഇവിടെ. ഈ കേസ് അന്വേഷിച്ച് പോലീസ് കണ്ടെത്തി. അന്ന് മനത്തോടത്ത് പിതാവ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും അതിനുശേഷം വ്യാജരേഖ ഉണ്ടാക്കിയവർ 4 പേർ ആ കേസ് ഡയറി കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ കേസ് മുന്നോട്ട് പോയപ്പോൾ ഒരു മാരാമ്പറമ്പിൽ കമ്മീഷൻ വന്നു. ആ മാരാമ്പറമ്പിൽ കമ്മീഷൻ എത്തിച്ചേരുമ്പോൾ ഇന്ന് മൗണ്ടിൽ ചാൻസലറായിരിക്കുന്ന അബ്രാഹം കാവൽ പൊറിയിടം എന്ന് പറയുന്ന വിമത പാതിരിയെ കൊണ്ട് അന്ന് അവിടെ കൊണ്ടുപോയി എഴുതി വെച്ചു. ഈ കേസ് ഈ 4 വ്യാജരേഖാക്കാരിൽ ഒതുങ്ങി തീരണം. ഇതിനുശേഷം ഈ കേസ് മുന്നോട്ട് പോകാൻ പാടില്ല. എന്താണ് കാരണമെന്ന് ഇന്ന് ഈ ലോക സമൂഹത്തിന് അറിയില്ല. ഈ കേസ് മുന്നോട്ട് പോയാൽ, ഇതൊരു തുടരന്വേഷണത്തിലേക്ക് പോയാൽ എത്തിച്ചേരുന്നത് 2 പിതാക്കന്മാരിലേക്കാണ്. കുര്യാക്കോസ് ഭരണകുളങ്ങര, മാർ എടയന്തർത്ത്. അപ്പോൾ കാവൽ കുറിയിടം ആരെ സംരക്ഷിക്കാനാണ്?
ഭൂമിയെയും ഇടയന്തരത്തിനെയും. അതുകൊണ്ടാണ് ഈ കേസ് എന്നും എത്താതെ ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രമേയത്തിൽ വ്യക്തമായി നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസ് പുനരന്വേഷണമല്ല, തുടരന്വേഷണം ഉണ്ടാകണം. ആരോപണ വിധേയരായ കുര്യാക്കോസ് ഭരണകൂടത്തിനെയും ഇടയന്തരത്തിനെയും ഇവർ ആരോപണ വിധേയരാണ് എന്ന് പറയാൻ തക്ക രീതിയിലുള്ള ഇവരുടെ നൂറുകണക്കിന് ഇമെയിൽ ഇൻബോക്സ് തെളിവുകൾ പോലീസ് എടുത്ത് അതിന്റെ ഇൻബോക്സിൽ അവർ ചെയ്തിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കണം. ആ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, അതിനു വേണ്ടിയാണ് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന തെരുവ് ഗുണ്ടാ സംഘത്തെ ഇടവകകളിൽ വിശ്വാസികളെ പ്രതിരോധിക്കാനായി, ഈ മെത്രാന്മാരെ സംരക്ഷിക്കാനായി ഇവർ നിയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി ഷൈജു ആന്റണിയാകട്ടെ, അൽമായ മുന്നേറ്റമാകട്ടെ, ഏതെങ്കിലും പള്ളികളിൽ നമ്മുടെ ഈ വിമത കത്തനാരുമാർ, ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടത്തിൽ പൈസ കൊണ്ടുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഷൈജു ആന്റണി ഒരു വീഡിയോ ഇറക്കിയാൽ ആരെങ്കിലും പറഞ്ഞാൽ, ഞാൻ പറയും അവരെ കുത്തിന് പിടിച്ച അച്ഛന്മാരാണെങ്കിലും പള്ളിയിൽ നിന്ന് വലിച്ചിറക്കി അടിക്കണമെന്ന് ഞാൻ പറയും. ആ കേസ് ആരുടെയെങ്കിലും കേസ് വന്നാൽ ആ കേസ് ഞങ്ങൾ നടത്തും. അവർക്ക് പറയാൻ അർഹതയില്ല. അതാണ് ഷൈജു ആന്റണി കാലമത്രയും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന നുണ. അതുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ സൈഡിൽ നിന്നുണ്ടാവണം. അതുകൊണ്ട് ഈ ഒരു വിഷയം മാത്രമാണ് ഏകീകൃത കുർബാനയെ കുറിച്ച് വരുമ്പോൾ അവർ ആദ്യമേ എടുത്തിരുന്ന വിഷയം ഭൂമി വിവാദമാണ്. ആലഞ്ചേരി പിതാവ് പൈസ അടിച്ചു കൊണ്ടുപോയി മറ്റിടങ്ങളിൽ നിക്ഷേപിച്ചു. ഒരു പൈസ പോലും ഒരു ബാങ്കിലും നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ കണ്ടെത്തലാണ്. അത് തെളിയിക്കപ്പെടണം. അതിൽ ആരോപണ വിധേയരായ വ്യാജരേഖകൾ ഉണ്ടാക്കിയ കുര്യാക്കോസ് ഭരണകുളങ്ങരെയും ഇടയന്തരത്തിനെയും അകത്തിരിക്കുന്ന മാന്യന്മാരായ പിതാക്കന്മാർ അല്പമെങ്കിലും അവർക്ക് അന്തസ് ബാക്കിയുണ്ടെങ്കിൽ ഈ സിനഡ് തീരുന്നതിന് മുമ്പേ ബാക്കിയുള്ള പിതാക്കന്മാർ അവരെ നടുവ് നോക്കി ചവിട്ടി പുറത്താക്കാനുള്ള തന്റെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.